അസ്സലാമലൈക്കും. എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനം, സന്തോഷം, ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും നല്ല മഴ ഒക്കെ ആസ്വദിച്ച് നല്ല തണുപ്പൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ കൂടെ നമ്മളെ ക്ലാസ്സും കൂടെ നിങ്ങളൊന്ന് കണ്ടോളിട്ടോ. അപ്പൊ ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നോർമൽ പാന്റ് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കുള്ള ക്ലാസ് ആണ്. ഓക്കെ, അതേപോലെ കട്ട് ചെയ്യാൻ പേടിക്കുന്നവർക്കുള്ള ക്ലാസ് ആണ്. ഒരാളെ ബോഡിയിൽ എങ്ങനെ അളവെടുക്കണം എന്ന് അറിയാത്തവർക്കുള്ള ക്ലാസ് ആണ്. സ്വന്തമായിട്ട് ചെയ്യാനും പുറത്തേക്ക് ചെയ്യാനും കോൺഫിഡന്റ് ഇല്ലാത്തവർക്കുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു പഴയ വെള്ള തുണിയിൽ നിങ്ങളെ ബോഡിയിൽ അളവ് എടുത്തിട്ട് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ എ ടു സെഡ് പ്രൊവൈഡ് ചെയ്യണ 500 രൂപന്റെ 6 മാസത്തെ കോഴ്സും 1000 രൂപന്റെ 1 ഇയർ കോഴ്സും ഉണ്ട്. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1 ഇയർ കോഴ്സ് 30-ാം തീയതി വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കട്ടാവും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ 1 ഇയർ കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാന്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക് എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് 1000 രൂപക്ക് 1 ഇയർ കോഴ്സ് ഈ മാസത്തെ ഓഫറാണ്. അപ്പൊ അത് മിസ്സാക്കാതെ അതിൽ ജോയിൻ ആവാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങളടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്ന് എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡന്റ് വിളിച്ചിരുന്നു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കൈ കട്ട് ചെയ്ത ഭാഗം ക്ലിയർ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാനത് ഒന്ന് റെഡി ആക്കി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന്. അപ്പോൾ ആള് വീഡിയോ കോളിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 6ാം ക്ലാസ് പഠിക്കണ മോളായിരുന്നു, നിന്റെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോ സത്യം പറഞ്ഞാല് അഭിമാനത്തോടെ പിന്നെ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിയത്. 6ാം ക്ലാസ് പഠിക്കണ കുട്ടിക്ക് തയ്യലിനോട് ഒരു ഇഷ്ടം തോന്നി. അപ്പൊ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ, മിസ്സേ നിങ്ങളെ യൂട്യൂബിൽ ഞാൻ കഫ്താന്റെ വീഡിയോ കണ്ടിരുന്നു, കോഡ് സെറ്റ് കണ്ടപ്പോൾ ഞാൻ അതേപോലെ സ്റ്റിച്ച് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കത് കാണിച്ചു തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെ മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ അവരമ്മൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ മോൾക്ക് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത്. പക്ഷെ ഞാൻ ഇത്ര ചെറിയ മോളാന്ന് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. മാഷാല്ലാ, അവൾ എന്താണോ ആഗ്രഹിച്ചത് അതിൽ ഏറ്റവും മികച്ചതും അവളെ ആഗ്രഹത്തിൽ മികച്ച കാര്യങ്ങളും പഠിച്ചാൽ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതേപോലെ നമ്മളെ മക്കളൊക്കെ ഉണ്ടാവും വീട്ടിൽ വെറുതെ ഇരിക്കണവര്, മൊബൈലിൽ കുറെ സമയം ചെലവഴിക്കണവര്, അവർക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ഏറ്റവും നല്ലൊരു ക്ലാസ്സാണ് നമ്മൾ എ ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 49 നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് പാൻ്റാണ് കേട്ടോ. പാന്റ് ലെങ്ത് ഒരു വ്യക്തിനെ അളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പൊക്കിളിൽ നിന്ന് 1 ഇഞ്ച് മേലേക്ക് ടാപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കണം. ഓക്കെ, 1 ഇഞ്ച് മേലേക്ക് ടാപ്പ് പിടിച്ചിട്ട് താഴെ നിലത്ത് തട്ടുന്നത് വരെ കണ്ടോ. അപ്പൊ താഴെ ഇങ്ങനെ നിലത്ത് തട്ടുമ്പോൾ എത്രയാണുള്ളത്? 38 ഇഞ്ചാണ് കേട്ടോ. താഴെ നിലത്ത് തട്ടിയപ്പോൾ 38 ഇഞ്ചാണ് ലെങ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എടുക്കണത് ഒരു വ്യക്തിന്റെ ലെങ്ത് ആണ് കേട്ടോ. ലെങ്ത് മീൻസ് ഇറക്കം കേട്ടോ. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇറക്കാണ് കേട്ടോ 38. പിന്നെ നമ്മൾ കാണേണ്ടത് എന്താന്ന് വെച്ചാൽ ഹിപ്പ് ലൂസ് ആണ്. ഓക്കെ, ഹിപ്പ് ലൂസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെ പൊക്കിളിന്റെ 2 ഇഞ്ച് താഴെയുള്ള ചുറ്റളവാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഈ ഒരു ലൂസിൽ ഒരു വിരലിൽ ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു ഫിംഗറിന്റെ ഈ ഒരു ലൂസിലായിരിക്കണം നമ്മൾ ഹിപ്പ് ലൂസ് എടുക്കേണ്ടത്. അപ്പൊ ഹിപ്പ് ലൂസ് കിട്ടിയിട്ടുള്ളത് 40 ആണ് കേട്ടോ. അപ്പോ ഹിപ്പ് ലൂസ് 40 കേട്ടോ, 40. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് ക്രോച്ചേരിയ, അടിലൂസ്, ഈ 2 കാര്യങ്ങളാണ് കാണേണ്ടത്. അപ്പൊ അടിലൂസ് 6, 7, 8 ഇതിൽ ഏതും ആവാട്ടോ. അപ്പൊ നമുക്ക് കുട്ടികളാണെങ്കിൽ 6, ടീനേജ് 7, പിന്നെ 8 കേട്ടോ. ആ ലെവലിലാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ബോട്ടത്തിന്റെ ലൂസ് കൂട്ടേണ്ടത് 6, 7, 8. അടിലൂസ് എന്ന് പറയുമ്പോൾ ബോട്ടം ലൂസാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ക്രോച്ചേരിയാണ് കാണേണ്ടത് കേട്ടോ. ക്രോച്ചേരിയ കാണാൻ നമ്മൾ ലെങ്ത്തിനെയാണ് ബേസ് ചെയ്യേണ്ടത്. ഈ ലെങ്ത്തിനെ ബേസ് ചെയ്താൽ മതി കേട്ടോ. ക്രോച്ചേരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഏതൊക്കെ അളവുകളാണ് കിട്ടിയത്? ഇറക്കം നമ്മൾ എടുത്തു, ഹിപ്പ് ലൂസ് എടുത്തു. ഈ 2 അളവുകളും നമ്മൾ ഏകദേശ കാര്യങ്ങൾ കാണുകയാണ് ചെയ്യുക. അപ്പൊ ഒരു ബോഡിയിൽ നിന്ന് നമുക്ക് ഒരു വ്യക്തിനെ അളവെടുക്കുമ്പോൾ 2 അളവ് മതി. ഓക്കെ, അപ്പോൾ മെഷീന് ചവിട്ടാൻ അറിയാത്ത ഒരാളാണെങ്കിലും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ, എനിക്ക് കട്ട് ചെയ്യാൻ പേടിയാണെന്ന് ഭയപ്പെട്ടിരിക്കുന്നവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ട്, ചവിട്ടാൻ അറിയാത്തവരാണെങ്കിൽ പോലും ഇതൊന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ട് ഇതേപോലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കൊണ്ടു. ചവിട്ടാൻ അറിയാത്തവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയണ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് പാൻറ് ഇട്ട് നോക്കൊണ്ടു. എന്നിട്ട് എത്രത്തോളം നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മളിത് ഇങ്ങോട്ട് എടുത്തെഴുതാട്ടോ. നമുക്ക് ഇവിടെ ഫിഗർ വരക്കാണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തെഴുതാം. ഇറക്കം 38, ഹിപ്പ് ലൂസ് 40, അടിലൂസ് നമ്മൾ എടുത്തിക്കുന്നത് 8 ആണ് കേട്ടോ, 8 ആണ്. പിന്നെ നമുക്ക് ഷേപ്പ് ലെങ്ത് ആണ് നോക്കാനുള്ളത്. ക്രോച്ച് ഏരിയ അത് നമ്മൾ ഇതിൽ നിന്ന് ആഡ് ചെയ്യാം. അപ്പൊ ഇറക്കത്തിലേക്ക് നമ്മൾ 4 ആണ് കൂട്ടുന്നത് കേട്ടോ. ഇറക്കം +4,
38 + 4 അപ്പം സമം 42. ഓക്കെ. പിന്നെ നമ്മൾ ഹിപ്പ് ലൂസിലേക്ക് 10 കൂട്ടുന്നത്. ഇതൊരു നോർമൽ വ്യക്തിക്ക് ഏതൊരു വ്യക്തിന്റെ അളവുകൾ തമ്മിൽ മാറും, അളവുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എനിക്ക് 40 ആണെങ്കിൽ വേറെ ആൾക്ക് 38 ആയിരിക്കും, വേറെ ആൾക്ക് 36 ആയിരിക്കും. പക്ഷെ ഈ 10 മാറൂല കേട്ടോ. 10 കറക്റ്റ് ആയിട്ട് അവരുടെ ബോഡിക്ക് നോർമൽ പാന്റിന് വേണ്ട ലൂസിനുള്ള അളവാണ് 10. അപ്പൊ ഈ 10 ഈ 4 എന്നൊന്നും പറയുന്ന സംഖ്യകൾ ഒരിക്കലും മാറൂല കേട്ടോ. ഓക്കെ. അപ്പൊ 40 + 10 = 50. 50നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോ ഹരിക്കണം 4 = 12.5 അല്ലേ? 12.5. ഓക്കെ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അടിലൂസ്. അടിലൂസ് നമുക്ക് 8. പിന്നെ നമുക്ക് ഷേപ്പ് ലെങ്ത്, ക്രോച്ച് ഏരിയ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. അതിന് നമ്മൾ ഈ ഇറക്കതാ 38, ഈ 38 എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിലേക്ക് 4 കൂട്ടരുത് കേട്ടോ, കൂട്ടാത്ത ലെങ്ത്തിനെ. 38 ക്രോച്ച് ഏരിയ കാണേണ്ടത് 38 + 5. 38ലേക്ക് 5 കൂട്ടുമ്പോൾ 43. 43നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുക കേട്ടോ. 43നെ 3 കൊണ്ട് ഹരിക്കുമ്പോ 14.5 + 1 കേട്ടോ. ഈ +1 നമുക്ക് തുമ്പ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഈ അളവുകളിൽ നിന്ന് മൂന്നാമതൊരു അളവിനെ നമ്മൾ കണ്ടെത്തി, ഈ ഒരളവിനെ നമ്മൾ എടുത്തും ചെയ്ത്. അപ്പൊ ഇതും ഇങ്ങനെ തന്നെയാണ്. ഏത് വ്യക്തിന്റെ അളവിലേക്കായാലും ഈ 5 കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്രോച്ച് ഏരിയയിലെ ലെങ്ത് കിട്ടുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ 3 ഇഞ്ച് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യട്ടോ. പിന്നെ എല്ലാവരുടെ പറയാനുള്ളത്, എല്ലാവർക്കും സംശയമാണ്, എനിക്ക് എത്ര തുണി വേണ്ടി വരും ടീച്ചറെ, എനിക്ക് സ്റ്റിച്ച് ചെയ്യാത്ത തുണി വേണോ, എൻ്റെ 12 വയസ്സായ കുട്ടിക്ക് എത്ര വേണോ, 8 വയസ്സായ കുട്ടിക്ക് എത്ര വേണോ, അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷെ നിങ്ങൾ പിന്നെ ഒരു വ്യക്തിന്റെ നീളം മീൻസ് ഇറക്കം എത്രയാണോ ആ നീളം ഉള്ളത് അതിലേക്ക് 5 ഇഞ്ച് കൂട്ടിയിട്ട് അതിന്റെ ഇരട്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, അത് തികയോന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കണം? ഇഞ്ചിന്റെ ബേസിൽ നോക്കണം കേട്ടോ. ഇഞ്ച്. അപ്പൊ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. 40 ഇഞ്ചാണ് 1 മീറ്റർ. ഓക്കെ. 40 ഇഞ്ചാണ് 1 മീറ്റർ. കണ്ടോ? അപ്പൊ ഇപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് നോക്കുകയാണെങ്കിൽ 38 ഇഞ്ചാണ് അല്ലെ? 38 ഇഞ്ചിലേക്ക് ഞാൻ 5 കൂട്ടുകയാണ്. അപ്പൊ 43. അപ്പൊ 43ന്റെ ഇരട്ടി 86. അപ്പൊ ഞാൻ എങ്ങനെ കണക്കൂട്ടണം? 40 1 മീറ്റർ, 80 2 മീറ്റർ, പിന്നെ 86 ആവുമ്പോ ഒരു 2.25 മീറ്ററോളം ക്ലോത്ത് മതി നമുക്ക്. അതേപോലെ ഏതിപ്പോ ഒരു കുട്ടി 30 ഇഞ്ച് ലെങ്ത് ഉള്ള ആളാണെങ്കിൽ 35ന്റെ ഇരട്ടി 70. ആ 70 എത്രയാണോ അത്ര മതി പാന്റിന്. ഓക്കെ. ടോപ്പ് ആണെന്നുണ്ടെങ്കിലും ടോപ്പിന്റെ ലെങ്ത് എത്രയാണോ അതിൽ 5 കൂട്ടിയിട്ട് അതിന്റെ ഇരട്ടി എടുത്തിട്ട്, കൈ ഫുൾ കൈ ആണെങ്കിലും 3/4 മീറ്ററും 3/4 ആണെങ്കിൽ 1/2 മീറ്ററും ക്ലോത്ത് എക്സ്ട്രാ എടുത്താൽ മതി. അപ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തുണി വേസ്റ്റ് ആവാതെ എങ്ങനെ തുണിനെ നമുക്ക് കൂടുതലാവാതെ എടുക്കാൻ കഴിയുന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഏതൊരാൾ വന്നാലും ചില ടൈലർമാർക്കൊന്നും കറക്റ്റ് ആയിട്ട് എങ്ങനെ തുണി എത്ര വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ കൺഫ്യൂഷൻ തീരാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മള് ഇത് ബോർഡിൽ വരക്കാം, അതിന്റെ ഫിഗർ ഒന്ന് വരക്കാട്ടോ. ആദ്യം നോക്കണത് അപ്പൊ ലെങ്ത് 42. ഓക്കെ. ഇവിടുന്ന് ഇവിടം വരെ. ഇപ്പൊ നമ്മൾ തുണിയിൽ അളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടാപ്പിന്റെ ചിലരിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇവിടുന്ന് എടുത്താൽ പോരെ, ഒന്നിന്റെ ഇവിടുന്ന് എടുത്താൽ പോരെ ടീച്ചറേന്ന്. ഇവിടുന്ന് ഒന്നിന്റെ ഇവിടുന്ന് എടുക്കുമ്പോൾ 1 ഇഞ്ച് കഴിഞ്ഞു പോകും. 39 ഇഞ്ച് ലെങ്ത് പ്രതീക്ഷിച്ച ആൾക്ക് 38 കിട്ടുള്ളൂ. അപ്പൊ ഈ ഇവിടുന്ന് തന്നെ പോയി ഈ ടാപ്പിന്റെ ഈ ഒരു സിൽവറിന്റെ ഇവിടുന്ന് തന്നെ തുടങ്ങണം കേട്ടോ. ഈ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുക ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് 42 ഇഞ്ചാണ് ലെങ്ത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഹിപ്പ് ലൂസ് തുടങ്ങുമ്പോൾ കണ്ടോ ഈ വരമ വെക്കണം. അപ്പോൾ തുണി ഫോൾഡ് ചെയ്ത ഭാഗം ഇതാണ്, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കണം ഇത് വെക്കണത് കേട്ടോ. അപ്പൊ നമ്മള് 12.5 അല്ലെ? ഹിപ്പ് ലൂസ് നമുക്ക് കിട്ടിയത് 12.5 ക്രോച്ച് ഏരിയ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടാണ് അല്ലെ? താഴോട്ട് നമുക്ക് എത്ര കിട്ടിയത്? 14.5 + 1 അല്ലേ? 14.5 + 1 അതാണ് ഈ ലെങ്ത് കേട്ടോ. പിന്നെ 3 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട്, കുട്ടികളാണെങ്കിൽ 2.5 2, വലിയവർക്ക് എന്തായാലും 3 കൂട്ടണം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ 3ലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ. ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മൾ അടിലൂസ് ബോട്ടം ലൂസ് എത്രയാണ്? 8 ആണല്ലേ നമ്മൾ കൂട്ടിയത്. അപ്പൊ 8ൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരക്കുക. ഇത് 2 ഇഞ്ച് വേണം കേട്ടോ. 2 ഇഞ്ച് മേലോട്ട് വരച്ചിട്ട് അതിൽ നിന്ന് ക്രോസ് ആയിട്ട് വരക്കുക, ഇതിൽ നിന്ന് ഇങ്ങനെയും വരക്കുക. ഓക്കെ. ഇപ്പൊ നോർമൽ ആയിട്ടൊരു പാന്റ് ആയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യാൻ നോക്കട്ടോ.
അപ്പൊ ഇനി നമ്മൾ എങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യാന്നുള്ള ക്ലാസ് ആണ് തരുന്നത് കേട്ടോ. അപ്പൊ ഒക്കെ നമ്മൾ എങ്ങനെ ഒരാളെ ബോഡിയിൽ അളവെടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. ഇനി നമ്മൾ എങ്ങനെ ബോഡിയിൽ അളവെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് പാന്റ് കേട്ടോ, പാന്റ് നമ്മൾ തുണി പാന്റിനുള്ള ക്ലോത്ത് ആണ്. ഇത് 2ആയി മടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 2ആയി മടക്കാനുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇത് ഒരു കാല് ചെറുതും ഒരു കാല് വലുതോ ഉള്ളിൽ പെട്ടുപോയാൽ തുണി നീങ്ങിയാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും സെയിം ആയിട്ട് മടക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് 38 + 4 അപ്പൊ 42 ഇഞ്ച് ലെങ്തില് താഴ്ഭാഗത്തു നിന്നായിരിക്കണം എപ്പോഴും നമ്മൾ അളവെടുത്ത് തുടങ്ങേണ്ടത് കേട്ടോ. ഇത് ഒന്ന് കറക്റ്റ് ചെയ്യാം, ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, താഴ്ഭാഗത്ത് നമ്മളിതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ? ഓക്കെ, എന്നിട്ട് നമ്മൾ 42 എവിടെ നോക്കുക, ഇവിടെയാണ് 42 കേട്ടോ. 38 + 4 42. ഇതിവിടെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരച്ചു കേട്ടോ. ഇത് രണ്ടും നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളെ ഭാഗത്തേക്കും ഓപ്പോസിറ്റ് ഭാഗം കണ്ടോ ഓപ്പൺ ആയ ഭാഗമാണ് ഉണ്ടായിരിക്കുക കേട്ടോ. 1 2 കണ്ടോ, അങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ 12.5 ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ടാപ്പിന്റെ സ്റ്റാർട്ടിങ് മുതൽ 12.5 പിടിക്കുക. 12.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ താഴോട്ട് നമുക്ക് കിട്ടിയത് 15.5 അല്ലേ. 15.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും 12.5 ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് 12.5 ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് ഷേപ്പ് കൊടുക്കുന്നത്. 3 ഇഞ്ച് കേട്ടോ. ഇതിൻ്റെ അടിവശം നമുക്ക് എത്രയാണ്? 8 ഇഞ്ചാണ് അല്ലേ. 8 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് മേലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാണ് കേട്ടോ. 2 ഇഞ്ച് ടാപ്പ് മേലോട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ക്രോസ് ആയിട്ട് വരച്ചിട്ട് കൊടുക്കുക. നമ്മളെ സ്റ്റിച്ചിങ്ങിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് തന്നെ വരക്കാൻ ശ്രമിക്കുക കേട്ടോ. സ്കെയിലോ ഇനി സ്കെയിലില്ലെങ്കിൽ ഒരു വളവില്ലാത്തൊരു വടിയായാലും കുഴപ്പമില്ല. ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ നമ്മളെ പാന്റിന്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിലേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് തരിക. ക്ലാസ്സിന് വേണ്ടിയുള്ള വീഡിയോ സെപ്പറേറ്റ് ക്ലാസ്സിനായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അത് നമ്മൾ പുറത്തിടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ ക്ലാസ് ആയിരിക്കും. അപ്പൊ ഇത് ചെറിയ ഫീസിൽ കൊടുക്കുന്നത് നമ്മളൊരു കുടുംബശ്രീ സംരംഭമായതിന്റെ പേരിലാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നാളേക്ക് എന്ന് വിചാരിച്ച് നിൽക്കരുത്. നമുക്കൊരു കാര്യം തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ, എഫേർട്ട് എടുക്കാൻ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് നമ്മളെ താനെ നമ്മളെ അടുത്തേക്ക് വന്നോളൂ. നമ്മൾ എഫേർട്ടിലേക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതിന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറയും കുറെ പഠിച്ചില്ല ഇനി പഠിക്കണ്ട, പിന്നെ ഓഫ്ലൈനിൽ പോയിട്ട് പഠിക്കാത്ത കാര്യം എങ്ങനെ ഓൺലൈനിൽ പഠിക്കാൻ കഴിയുക, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. എന്നോട് തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഓൺലൈനിൽ പഠിക്കാൻ കഴിയുമോ ടീച്ചറെ, ഞാൻ ചേർന്നാൽ എനിക്ക് നഷ്ടമാവുമോ ടീച്ചറെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നീട് എന്നോട് ചോദിക്കല് എത്ര രൂപയാണ് കൂലി വാങ്ങേണ്ടതെന്നാണ് പുറത്തേക്ക് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു അവര് തന്ന ഓരോ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. അവർ എൻ്റെ അടുത്ത് പറയുന്ന ഫീഡ്ബാക്കിന്റെ ബലത്തിൽ പറയുകയാണ്, നിങ്ങൾക്കും അതേപോലെ സ്വന്തമായിട്ട് ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു 10 രൂപ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കണവരാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ ഇനി നമ്മളിത് എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളതാ കുറേ പേർക്ക് ഡൗട്ട്സ് ആണ് കേട്ടോ. ഈ കാലിനെ ഒന്നിച്ചു കൂട്ടലാണോ എന്ന് ചോദിക്കും. അല്ല, സെപ്പറേറ്റ്. ഇത് ഒരു കാല്. ഓക്കെ, ഇതൊന്ന് 2 ഭാഗത്തെ പീസും കൂടെ നല്ല ഭാഗവും വെക്കുക. നിവർത്തിയിട്ട് നല്ല ഭാഗവും വെച്ചിട്ട് കണ്ടോ ഇവിടെ ജോയിൻ ചെയ്യാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഈ സ്റ്റിച്ചിങ് കാണിക്കാം കേട്ടോ. അലാസ്റ്റിക് എങ്ങനെ സിമ്പിളായി ചെയ്യാം, അലാസ്റ്റിക് പുറത്ത് കാണാതെ എങ്ങനെ ചെയ്യാം, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ കുറെ പേര് പറയാറുണ്ട് എനിക്ക് എൻ്റെ സ്റ്റിച്ചിങ്ങിന് അലാസ്റ്റിക് ചെയ്യുമ്പോൾ ഫിനിഷിങ് ഇല്ല. അപ്പം അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം പരിഹരിക്കും കൂടി ചെയ്യതിൽ കേട്ടോ. അപ്പം നമ്മൾ ഒരു സൈഡ് ആദ്യം യോജിപ്പിക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് ഈ ക്രോച്ച് ഏരിയ വരെ യോജിപ്പിക്കുകയാണ്. ഓക്കെ,
30-ാം തീയതി ഓഫർ കട്ടാവണ മുമ്പ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ അഡ്മിഷൻ എടുക്കട്ടോ. പിന്നീട് പിന്നെ ഈ മന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ക്ലാസ് വേണ്ട, പിന്നീട് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തിട്ടാൽ ഈ ഓഫറിൽ പിന്നീടും ക്ലാസ് കിട്ടും കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വൈകണ്ട. ഈ മാസം 30-ാം തീയതിക്കുള്ളിലായിട്ട് തന്നെ 1 ഇയർ കോഴ്സ് വേണമെന്ന് ആഗ്രഹിക്കണം എല്ലാവരും അഡ്മിഷൻ എടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഒരു ക്രോച്ചേരിന്റെ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്തത്. ഇത് രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് അലാസ്റ്റിക് വെക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ, ഐഡിയ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കാണിക്കണത്. ഇനി നമ്മൾ ഇതിനെ കവർ ചെയ്യാണ്. ഓക്കെ, അലാസ്റ്റിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ എവിടെയും ഓപ്പൺ ഇല്ല കേട്ടോ, മൊത്തം റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1/2 ഇഞ്ച് മേൽഭാഗത്ത് സിമ്പിളായിട്ട് മുകളിൽ സ്റ്റിച്ച് ചെയ്യട്ടോ. മുകൾ ഭാഗത്ത് മാത്രം ചെയ്യട്ടോ, ഒരു കാരണവശാലും ഈ താഴ്ഭാഗത്ത് ചെയ്യരുത്, പിരിഞ്ഞു പോകട്ടോ. അപ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതേപോലെ തന്നെ ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറായാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു മേഖലയിൽ ഉയർന്നു വരാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്തു. നമ്മൾ റൗണ്ട് ചെയ്തു അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ട എന്താ അറിയോ, ഞാൻ എണീറ്റിട്ട് തന്നെ കാണിക്കാം. പിന്നെ നമ്മൾ ഷേപ്പ് റൗണ്ട് ഇല്ലേ, ചെസ്റ്റ് കഴിഞ്ഞ ഷേപ്പ് റൗണ്ട്. ഇപ്പൊ നമ്മൾ ഹിപ്പ് ലൂസ് ആണ് എടുത്തത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ണം കുറഞ്ഞ ഭാഗമാണ്. ഹിപ്പ് ലൂസിന്റെ പിന്നെ ചെസ്റ്റ് റൗണ്ടിന് താഴെ വണ്ണം കുറഞ്ഞ ഭാഗം ഏതാണോ നോക്കുക. ഈ വണ്ണം കുറഞ്ഞ ഭാഗത്ത് എനിക്ക് 36 ഇഞ്ച് ഷേപ്പ് റൗണ്ട് ഉണ്ട്. ഇതുവരെ 35 ഉള്ളായിരുന്നു, 1 ഇഞ്ച് കൂടിയാണ് കണ്ടോ. ഈ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിന്റെ ഈ ടൈറ്റ് അളവ് ഇങ്ങനെയല്ല, ഈ ടൈറ്റ് അളവ് എടുത്തതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക് കാണുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് 33 ഇഞ്ച് 36 ഇഞ്ചാകുമ്പോൾ 33 ഇഞ്ച് അലാസ്റ്റിക് വേണം. ഓക്കെ, അപ്പൊ നമ്മള് 33 ഇഞ്ചിലുള്ള അലാസ്റ്റിക് മാർക്ക് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്യൂല, മാർക്ക് ചെയ്യാൻ മാത്രമാണ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തോളൂ. 33 ഇഞ്ചിലുള്ള അലാസ്റ്റിക് മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് നമ്മളെ ഷേപ്പ് റൗണ്ടിൽ നിന്ന് 3 ഇഞ്ച് കുറക്കുക ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മളിത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് പിന്നിട്ടിട്ട് എങ്ങനെ ചെയ്യാന്നല്ലായിരുന്നോ. അപ്പൊ ഇത് പിന്നൊന്നും ഇടാതെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കുക കണ്ടോ, ഇതിങ്ങനെ മടക്കുക. ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ഇഞ്ച് വിട്ടുകാണ്ടാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. 1 ഇഞ്ച് വിട്ടുകാണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ സ്റ്റിച്ച് കുറച്ച് വലുതാക്കാൻ നമുക്ക് പിന്നീട് അഴിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെറിയ സ്റ്റിച്ചിൽ തന്നെ ഇടാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കാം. സ്റ്റിച്ചിങ് മാത്രം. ഇത് വൺ സൈഡ് കൂടി ചെയ്താൽ കുറച്ചും കൂടെ ഫിനിഷിംഗ് ഉണ്ടാവും. വൺ സൈഡ് കൂടി ഇട്ടില്ല വിചാരിച്ചാണ്ട് ഫിനിഷിംഗ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്ത് വിചാരിച്ച് കുഴപ്പമില്ലല്ലോ കേട്ടോ. അപ്പോൾ ചിലർക്ക് അലാസ്റ്റിക് കയറി പോകുന്നത് തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വൺ സൈഡ് കൂടി ഇട്ട് സ്റ്റിച്ച് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പൊ കുറേ പേർക്ക് അലാസ്റ്റിക് ഇടുമ്പോൾ ഫിനിഷിംഗ് ഇല്ല ടീച്ചർ, എന്താണത് കാരണം അങ്ങനെ ചോദിക്കുന്നവരാണ്. അപ്പൊ അവർക്കും കൂടി ഉള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിംഗ് കിട്ടും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ അളവില്ലേ, ഇതാണ് നമ്മളെ അളവ്. ഇപ്പൊ അളവ് അവിടെ മുന്നോട്ടെ കുഴപ്പമില്ല, പിന്നീട് നമുക്ക് വലിച്ചിട്ട് ഇത് റെഡി ആക്കാം കേട്ടോ. അളവിനൊന്നും കണക്ക് കൂട്ടണ്ട, നമ്മൾ കട്ട് ചെയ്യാൻ ഞാൻ മതി കേട്ടോ. എത്ര സിമ്പിളായിട്ട് എത്ര പെട്ടെന്ന് പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് കഴിക്കാൻ കഴിയും കേട്ടോ. ഇവിടെയാണ് നമ്മളെ കറക്റ്റ് അളവ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് സ്ഥലം കഴിഞ്ഞാൽ നിർത്തണം. 2 ഇഞ്ചോളം സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഈ ഇത് സ്റ്റിച്ചിങ് നിർത്തിയേക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മള് നമുക്കിനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അളവ് വന്നത് ഇവിടെയാണ് അല്ലേ കണ്ടോ. അളവ് വന്ന ഈ ഭാഗം കട്ട് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്തു. എന്നിട്ട് നമ്മള് ഇതാ
ഇവിടെ സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മളെ, ആ സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെച്ച് കൊടുക്കുക. അത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇതിങ്ങനെ പിടിക്കുക ഉണ്ടോ, 1 ഇഞ്ചിൽ ഇങ്ങനെ പിടിച്ചിട്ട് നന്നായി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നന്നായി കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം കെട്ടിട്ട് കൊടുക്കുക. ഇതെന്തിനെങ്ങനെ കെട്ടിട്ടെന്ന് വെച്ചാല് ഇത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇനി അതിന് മാത്രം നമുക്ക് ഈ കാര്യമായിട്ട് പാൻറ്റിൽ ഉണ്ടാവില്ല, ഇലാസ്റ്റിക് വെക്കാനും അതിന്റെ കാര്യങ്ങളുമാണ് കേട്ടോ. നമ്മളിവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭാഗത ഇതൊന്നും കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ 2 ഇഞ്ച് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നു. ആ നിർത്തി വെച്ച 2 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിന്റെ സെന്റർ കൂടെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇതിന്റെ സെന്റർ കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. നമ്മൾ ആദ്യം മൊത്തം വലിക്കുക കേട്ടോ. ഇതേപോലെ മൊത്തം വലിച്ചിട്ട്, ഓക്കെ കേട്ടോ. മൊത്തം വലിച്ചപ്പോ നല്ല ഫിനിഷിങ്ങിൽ വന്നില്ലേ കേട്ടോ, കറക്റ്റ് ആയിട്ട് വന്നില്ലേ. എവിടെയും തുമ്പൊന്നും കാണില്ലല്ലോ, കാണുന്നുണ്ടോ കേട്ടോ. ഇനി നമ്മള് നല്ല ഭാഗത്ത് തന്നെ ഇങ്ങനെ പിടിക്കുക. അതൊരു 5 ഇഞ്ച് വലിക്കുക. ഇത് വീണ്ടും മൊത്തം കറക്റ്റ് ചെയ്യാം. മൊത്തം കറക്റ്റ് ചെയ്തിട്ട് ഒരു 5 ഇഞ്ചിൽ വീണ്ടും പിടിക്കാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഈ ചുളിവ് ഇങ്ങനെ വരണം. അപ്പോഴാണ് ഈ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ തുണിനെ മൊത്തം വലിച്ചെടുത്താൽ ഈ ഒരു ഫിനിഷിങ് കിട്ടൂല കേട്ടോ. മൊത്തം വലിക്കുക. 5 ഇഞ്ചോ 8 ഇഞ്ചോ നമുക്ക് എത്ര വേണ്ടെന്നൊക്കെ പിടിക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാല് അത്ര പിടിച്ചാൽ മതി കേട്ടോ. മൊത്തം നല്ല ഫിനിഷിങ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, നമ്മളെ പാന്റിന്റെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ് ഈ കാലിന്റെ അടിവശം അടിക്കാനും സൈഡ് കൂട്ടാനും കൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ എങ്ങനെ അടിവശം സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാല് ഈ കട്ടിങ് ഇതാ, ഈ കട്ടിങ്ങിൽ കറക്റ്റ് ആയിട്ട് മടക്കുക. കട്ടിങ് നമ്മൾ കറക്റ്റ് ആയിട്ട് മടക്കി കണ്ടോ. 2 വശവും മടക്കി, 2 വശവും മടക്കിയിട്ട് സെന്ററിൽ വീണ്ടും മടക്കുക കേട്ടോ. ആദ്യം നമ്മൾ മൊത്തം അളവിനെ മടക്കി, പിന്നെ സെന്ററിൽ മടക്കുക. അപ്പൊ നമ്മള് അടിവശം കേട്ടോ, അടിവശം മടക്കി അടിച്ചു കേട്ടോ. ഇനി നമ്മള് ഇതിന്റെ സൈഡ് കൂട്ടുകയാണ്. അപ്പൊ സൈഡ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് കാലിന്റെ അടിവശത്തു നിന്നായിരിക്കണം കൂട്ടണത് കേട്ടോ. കാലിന്റെ അടിവശത്തു നിന്നായിരിക്കണം കൂട്ടണത്. എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ കട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിന്റെ കോച്ചേരിയിലാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ഭാഗവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാലിന്റെ അടിവശത്തു നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ 2 ക്ലോത്ത് ഒന്നിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. നമ്മള് താഴെ 2 ക്ലോത്ത് മേൽഭാഗത്തേക്ക് വരുമ്പോൾ 1/2 ഇഞ്ചോളം തുമ്പ് മതി കേട്ടോ. താഴെയാണ് 1 ഇഞ്ച് തുമ്പ് വേണ്ടത്. പിന്നെ മുക്കാലിൽ വന്നിട്ട് 1/2 ഇഞ്ചോളം തുമ്പ് മതി മുകൾ ഭാഗത്ത് കുറെ തുമ്പുണ്ടായാൽ പിരിഞ്ഞിരിക്കും കേട്ടോ. അതേപോലെ നമ്മൾ താഴ്ഭാഗത്തും ഇതേപോലെ എവിടെയാണോ നമ്മൾ ചെയ്തത് ഇത് കറക്റ്റ് ചെയ്യാം. അളവ് നോക്കുക. അളവ് ഇവിടെയാണ് അല്ലേ, കൊണ്ടോ ആദ്യം ചെയ്ത അളവ് ഇവിടെയാണ്. അതിലൊപ്പം തന്നെ ഈ അളവ് കണ്ടെത്തുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇതും നമ്മൾ താഴ്ഭാഗത്താണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കട്ടിങ്ങിൽ എല്ലാവർക്കും എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമ്മളെ കട്ടിങ്ങിൽ വന്നാൽ നമ്മൾ ഇപ്പോൾ മിസ്റ്റേക്ക് വരാതെ ഒരാൾക്ക് ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്യാച്ചാൽ ക്രോസ് ചെയ്യലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ കറക്റ്റ് ആയി വന്നത് നോക്കണ്ട. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതൊന്ന് വലുതൊക്കെ ആയി വരും. ഒക്കെ ഓരോ സമയത്തിന്റെ ഓരോ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്യല് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മളെ പാന്റിന്റെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പൊ വീഡിയോക്ക് തോന്നുന്നു വെളിച്ചം കുറവായിരിക്കും. സോറി. എല്ലാ എന്താ പറയാ
പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ മറികടന്ന് നല്ല ദിവസത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഹൈറായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടോ പാന്റ്, ഇതിന്റെ പാന്റാണ് കേട്ടോ. കേട്ടോ ലെങ്ത് കറക്റ്റ് ആയോ? അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പാന്റ് 38 ഇഞ്ച് ലെങ്താണ്, 38 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. നമ്മള് അളവെടുത്ത് ചെയ്തതല്ലേ, കറക്റ്റ് ആയിട്ട് കിട്ടുണ്ടോ നോക്കി നോക്കല്ലേ. അപ്പൊ ഇനി നോക്കട്ടോ, നമ്മളിത് 38 ഇഞ്ച് ഇതാ കറക്റ്റ് കാണിച്ചു കൊടുത്താളാ. ഇതാ കണ്ടോ, 1:38 ഇഞ്ച് ലെങ്ത് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ എത്ര ഉണ്ട് നോക്കട്ടോ. ഇവിടെ 1 ഇഞ്ച് തുമ്പാണ് നമുക്ക് പോയത്. 11.5 ഇഞ്ച് നമുക്ക് ഇവിടുത്തെ ഹിപ്പ് ലൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പാന്റിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഒരു പാന്റ് എങ്ങനെ ഒരു ബോഡിയിൽ അളവെടുക്കണം, എങ്ങനെ മാർക്ക് ചെയ്യണം, കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് തന്നത്. ഏറ്റവും മികച്ച രീതിയിലാണ് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് തന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ മക്കളെ പ്രേരിപ്പിക്കണം. നിങ്ങൾ അവരുടെ അടുത്ത് പറയണം, തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അവരുടെ കയ്യിൽ ഉണ്ടായിട്ടും വെറുതെ ടൈം കളയുന്ന ഒരുപാട് മക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആഗ്രഹമുള്ള മക്കൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യണം. ഈ മാസത്തെ ഓഫർ 1000 രൂപന്റെ 1 ഇയർ കോഴ്സാണ്. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാന്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഈ കോഴ്സിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം ആവശ്യക്കാരൊക്കെ കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. പിന്നെ ഇങ്ങനത്തൊക്കെ പറയാനുള്ളത്, പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാൻ വേണ്ടി 2 പേര് വന്നിരുന്നു കേട്ടോ. അപ്പൊ അവരിന്റെ അടുത്ത് പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ എന്തായാലും പറയണം, വീഡിയോയിൽ പറയണം. അതേപോലെ എന്താ പറയാ, അവർക്ക് വീഡിയോയിൽ വരാൻ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം, അത്രയും ദൂരത്ത് നിന്ന് ഇന്നെ തെരഞ്ഞു വന്നപ്പോൾ ഞാനും ഇത്രമാത്രങ്ങൾ ഇന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഞാൻ എത്രത്തോളം സന്തോഷം എനിക്ക് തോന്നിയത്. കാരണം ഒരാളെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ പോലും നമ്മളെ അവഗണിക്കപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോണ ഒരാൾക്ക് മാത്രമാണ് സ്നേഹത്തിന്റെ മൂല്യം എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്നേഹിച്ചവരാരും തിരിച്ച് സ്നേഹിച്ചോളന്നില്ല. പക്ഷെ സ്നേഹിക്കാത്ത ആൾക്കാരിൽ നിന്ന് ഞാൻ സ്നേഹിക്കപ്പെടുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം കേട്ടോ. വാക്കുകൾക്ക് അതീതാണ് അത്. അപ്പൊ ഇന്നെ സ്നേഹിക്കണ എല്ലാവർക്കും, പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് 50,000 കടന്നിട്ടോ. അപ്പൊ അതിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ എന്റെ ഓരോ വീഡിയോക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കണവരും വീഡിയോ കണ്ടിനെ പ്രോത്സാഹിപ്പിക്കണ എല്ലാവർക്കും, എല്ലാ വീട്ടമ്മമാരായാലും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ വീട്ടമ്മമാരും പിന്നെ വർക്കിംഗ് ലേഡീസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറ്, ടീച്ചറെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്, ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഒരു കഴിവ് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ അവരൊക്കെ പറയണ ഓരോ വാക്കും ഞാൻ എന്റെ ഹൃദയത്തിലാണ് എടുക്കുന്നത്. എനിക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയണേ. താങ്ക് യു. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.